നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സക്സസ് PSC 25ലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് മനസ്സിലാക്കിയിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. 2025 പ്രധാന കറണ്ട് അഫയേഴ്സായ പത്മ പുരസ്കാരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പത്മ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത് 1954 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് പത്മ പുരസ്കാരം. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത ബഹുമതി ഏതാണ്? ഭാരതരത്നം. ഭാരതരത്നവും പത്മ പുരസ്കാരവും നൽകി തുടങ്ങിയത് 1954 ഭാരതരത്നം, രണ്ടാമത് പത്മ പുരസ്കാരങ്ങൾ. പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. 2025 139 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ നൽകിയത്. 2025 139 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ നൽകിയത്. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് ജനുവരി 25 ജനുവരി 25 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഈ വർഷം 139 പേർക്കാണ് ആകെ പത്മ പുരസ്കാരങ്ങൾ നൽകിയത്. ഇതിൽ പത്മവിഭൂഷൺ 7 പേർക്ക്, പത്മഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ 113 പേർക്ക്. പത്മവിഭൂഷൺ 7 പേർക്ക്, പത്മഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ 113 പേർക്ക്. നമുക്ക് പത്മവിഭൂഷൺ 2025 7 പേർക്ക് നൽകി. അവരെ ഒന്ന് പരിശോധിക്കാം. കഥ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് പേരുകൾ നോക്കാം. ശാരദാ സിൻഹ പോസ്തുമസ്. പോസ്തുമസ് മീൻസ് മരണാനന്തരം. ശാരദാ സിൻഹയ്ക്ക് മരണാനന്തരമാണ് ഈ ബഹുമതി നൽകിയത്. ബീഹാർ. രണ്ടാമത് കുമുദിനി രജനീകാന്ത് ലാഖിയ, ഗുജറാത്ത്, സ്ഥലം ഗുജറാത്ത്. 3 MT വാസുദേവൻ നായർ. ഇദ്ദേഹത്തിനും മരണാനന്തരമാണ് നൽകിയത്. കേരളത്തിന് കിട്ടിയ ബഹുമതിയാണ് MT വാസുദേവൻ നായർ. 4 ജസ്റ്റിസ് റിട്ടയർഡ് ജഗദീഷ് സിംഗ് ഖേദാർ, ചണ്ഡീഗഡ്. 5 ഒസാമോ സുസുക്കി. ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് ഈ ബഹുമതി നൽകിയത്. ജപ്പാൻ. ഇദ്ദേഹം ഒരു വിദേശിയാണ്. ജപ്പാൻ. 6 ദുവൂർ നാഗേശ്വർ റെഡ്ഡി. ദുവൂർ നാഗേശ്വർ റെഡ്ഡി, തെലങ്കാന, സ്വദേശം തെലങ്കാന. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. 7ാമത്തെ വ്യക്തി ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, കർണാടക, സ്വദേശം കർണാടക. ഇങ്ങനെ 7 പേർക്കാണ് പത്മവിഭൂഷൺ 2025 നൽകിയത്. നമുക്ക് ഒരു കഥയിലൂടെ ഈ 7 പേരെയും മനസ്സിലാക്കാം. കഥ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശാരദ സിൻഹ, ബീഹാർ. ശാരദ എന്ന നടി, ശാരദ എടുക്കാം നമുക്ക്. ശാരദ എന്ന നടിയെ എല്ലാവർക്കും പരിചിതമാണല്ലോ. പഴയകാല നടിയാണ് ശാരദ. ശാരദയും രജനീകാന്ത് എന്ന സിനിമ നടനെ എല്ലാവർക്കും അറിയാമല്ലോ. ശാരദയും രജനീകാന്തും കർണാടകയിലുള്ള ലക്ഷ്മി നാരായണ ടെമ്പിൾ, കർണാടകയിലുള്ള ലക്ഷ്മി നാരായണ ടെമ്പിളിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ശാരദയും രജനീകാന്തും ടെമ്പിളിലേക്ക് പോകുകയാണ്. കർണാടകയിലെ ലക്ഷ്മി നാരായണ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ MTയെ കണ്ടുമുട്ടുന്നു. MT പറയുന്നു, നിങ്ങൾ എന്തിനെങ്ങനെ നടന്നു പോകുന്നത്? നിങ്ങൾക്ക് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സുസുക്കി വണ്ടിയിൽ പോയിക്കൂടെ? ഓക്കെ, ശരി, ഞങ്ങൾ സുസുക്കി വണ്ടിയിൽ പോകാമെന്ന് പറയുന്നു. അങ്ങനെ അവർ MTയോട് പറയും, നമുക്ക് നമ്മുടെ നടൻ ജഗദീഷും കൂടെ വരാനുണ്ട്, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. ശരി, അങ്ങനെ ഇവർ ജഗദീഷിനെയും കൂട്ടുന്നു. നമ്മുടെ ജഗദീഷിനെ കൂട്ടി അങ്ങനെ ശാരദയും രജനീകാന്തും ജഗദീഷും. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ശാരദ എന്ന നടി, രജനീകാന്ത് എന്ന നടൻ, ജഗദീഷ് എന്ന നടൻ. ഇവർ 3 പേരും കർണാടകയിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. അങ്ങനെ ഇവർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് യാത്ര വീണ്ടും ആരംഭിച്ചു. അങ്ങനെ വണ്ടിയിലാണ് പോകുന്നത്, സുസുക്കി വണ്ടിയിൽ. ആ സുസുക്കി വണ്ടിയിൽ ഇവർ യാത്ര ആരംഭിച്ചു. പെട്ടെന്ന് ജഗദീഷിന് ഗ്യാസിൻ്റെ പ്രോബ്ലം വരുന്നു.
ഓക്കെ. അങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ ഇവർ പറയും തെല്ലും വൈകിക്കേണ്ട, നമുക്ക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം റെഡ്ഡി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. തെല്ലും വൈകിക്കേണ്ട, നമുക്ക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം റെഡ്ഡി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ റെഡ്ഡി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ജഗദീഷിൻ്റെ അസുഖം മാറുന്നു. വീണ്ടും ഇവർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ ശാരദയും രജനീകാന്തും ജഗദീഷും റെഡ്ഡി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിലെത്തുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൽ സുബ്രഹ്മണ്യൻ്റെ പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ കയ്യിൽ വലിയൊരു വയലിനുണ്ട്. പിന്നെ ഈ കഥയിൽ ശാരദ നന്നായി പാട്ടുപാടുന്ന വ്യക്തിയാണ്, രജനീകാന്ത് നന്നായി കഥ പറയുന്ന വ്യക്തിയുമാണ്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. ശാരദ നന്നായി പാടുന്ന വ്യക്തിയാണ്, രജനീകാന്ത് നന്നായി കഥ പറയുന്ന വ്യക്തിയുമാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ കഥ വീണ്ടും പറയാം. ശാരദയും രജനീകാന്തും, ശാരദ നന്നായി പാടും. ശാരദയും രജനീകാന്തും കർണാടകയിലെ ലക്ഷ്മി നാരായണ ടെമ്പിളിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ വഴിയിൽ MTയെ കണ്ടുമുട്ടുന്നു. MT പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടന്നു പോകുന്നത്? ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സുസുക്കി വണ്ടിയിൽ പോകൂ. അങ്ങനെ ഇവർ പറയുന്നു, നമ്മുടെ നടൻ ജഗദീഷും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ശാരദയും രജനീകാന്തും ജഗദീഷും സുസുക്കി വണ്ടിയിൽ, ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സുസുക്കി വണ്ടിയാണ് പ്രത്യേകത, സുസുക്കി വണ്ടിയിൽ യാത്ര ആരംഭിക്കുന്നു. പെട്ടെന്ന് ജഗദീഷിന് ഗ്യാസിൻ്റെ പ്രോബ്ലം വരുന്നു. അപ്പോൾ ഇവർ പറയും, നമുക്കിനി തെല്ലും വൈകിക്കേണ്ട, നമുക്ക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം റെഡ്ഡി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അങ്ങനെ ഇവർ റെഡ്ഡി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ജഗദീഷിൻ്റെ അസുഖം മാറുന്നു. അങ്ങനെ അവർ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. കർണാടകയിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, അവിടെ എൻട്രൻസിൽ വലിയൊരു സുബ്രഹ്മണ്യ പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ കയ്യിൽ വയലിനുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ കഥ. ഇനി നമുക്ക് വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാം. ശാരദ എന്ന പഴയകാല നടിയിൽ നിന്ന് നമുക്ക് ശാരദാ സിൻഹ കിട്ടും. ശാരദാ സിൻഹ ആർട്ട്, കലയാണ്. കലയിൽ ഏത് വിഭാഗം എന്ന് ചോദിച്ചാൽ ശാരദ നന്നായി പാടുമെന്ന് പറഞ്ഞല്ലോ. ശാരദ ഗായികയാണ്. ഓക്കെ, ശാരദാ സിൻഹ കലയിൽ ഏത് വിഭാഗം എന്ന് ചോദിച്ചാൽ ഗായികയാണ്. സ്വദേശം ബീഹാർ. ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് ഈ ബഹുമതി നൽകിയത്. രണ്ടാമത്തെ ആൾ രജനീകാന്ത് എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് നമുക്ക് കുമുദിനി രജനീകാന്തിലാക്കിയ കിട്ടൂലേ. ഓക്കെ, കുമുദിനി രജനീകാന്തിലാക്കിയ കലയാണ് വിഭാഗം. കലയിൽ ഏതാണെന്ന് ചോദിച്ചാൽ കഥ പറയുമെന്ന് പറഞ്ഞല്ലോ. കഥകാണ് ഇദ്ദേഹത്തിൻ്റെ വിഭാഗം. കലയിൽ കഥക്. സ്വദേശം ഗുജറാത്ത്. ഓക്കെ, മൂന്നാമത് നമ്മൾ വഴിയിൽ ആരെ കണ്ടുമുട്ടുന്നു? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ കണ്ടുമുട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് MT വാസുദേവൻ നായർ ഓർത്തെടുക്കാം. പിന്നെ എവിടെ അവർ പോകുന്നത്? കർണാടകയിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രം. അവിടെ നമുക്ക് ലക്ഷ്മി നാരായണ ക്ഷേത്രം കിട്ടും. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ഓർമ്മിക്കാമല്ലോ. അങ്ങനെ ഇപ്പം നമ്മൾ ശാരദാ സിൻഹ പഠിച്ചു, കുമുദിനി രജനീകാന്തിലാക്കിയ MT വാസുദേവൻ നായർ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, 4 പേരെ മനസ്സിലാക്കി. ഇനി അടുത്തത് ജഗദീഷിന് സുസുക്കി വണ്ടി, ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സുസുക്കി വണ്ടി. ആ സുസുക്കി വണ്ടിയിൽ നമുക്ക് ഒസാമു സുസുക്കി ഓർത്തെടുക്കാം. ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ജഗദീഷ് എന്ന സിനിമാ നടനിൽ നിന്ന് നമുക്ക് റിട്ടയർഡ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേദാർ ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തത് ദുവൂർ നാഗേശ്വർ റെഡ്ഡി. ജഗദീഷിന് അസുഖം വന്നപ്പോൾ തെല്ലും വൈകിക്കേണ്ട എന്നതിൽ നിന്ന് നമുക്ക് തെലുങ്കാനയിലെ റെഡ്ഡി ഡോക്ടർ ആരാണ്? ദുവൂർ നാഗേശ്വർ റെഡ്ഡി. ഇദ്ദേഹത്തിൻ്റെ വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണ്. ഓർത്ത് വെക്കാമല്ലോ. നമുക്കിങ്ങനെ 7 പേരെയും ഓർത്ത് വെക്കാം. ശാരദ സിൻഹ, കുമുദിനി രജനീകാന്തിലാക്കിയ MT വാസുദേവൻ നായർ, റിട്ടയർഡ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേദാർ, ഒസാമു സുസുക്കി, ദുവൂർ നാഗേശ്വർ റെഡ്ഡി, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. ഓക്കെ, ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ പ്രതിമയിൽ വയലിൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അതായത് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം കലയിൽ ഏത് വിഭാഗം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു വയലിനിസ്റ്റാണ്. നമുക്ക് ഓരോ വ്യക്തിയുടെയും പ്രത്യേകത നോക്കാം. ശാരദാ സിൻഹ ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് ഈ ബഹുമതി നൽകിയത്. കലയാണ്, മേഖല കലയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഗായികയാണ്. സ്വദേശം ബീഹാർ. 2
സ്വദേശം ബീഹാർ. ബീഹാർ കോകില എന്നറിയപ്പെടുന്നത് ശാരദാ സിൻഹയാണ്. ശാരദാ സിൻഹയുടെ ഒരു വിശേഷണമാണ് ബീഹാർ കോകില. രണ്ടാമത്തെ ആൾ കുമുദിനി രജനീകാന്ത് ലാക്കിയ. മേഖല ചോദിച്ചാൽ കല. കലയിൽ ഏതാ? കഥക്. കഥകാണ് ഇദ്ദേഹത്തിൻ്റെത്. കലയിൽ കഥക്. നമ്മൾ കഥയിൽ പറഞ്ഞല്ലോ, ശാരദ നന്നായി പാട്ട് പാടും, രജനീകാന്ത് കഥ പറയും. ശാരദ ഗായിക, കലയിൽ ഗായിക. രജനീകാന്ത് കലയിൽ കഥക്. കഥക് നർത്തകയാണ്. കുമുദിനി രജനീകാന്ത് ലാക്കിയ. സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്ത്. അടുത്തത് എം.ടി. വാസുദേവൻ നായർ. എഴുത്തുകാരനായ എം.ടി. വാസുദേവൻ നായർ. ഇദ്ദേഹത്തിന് സാഹിത്യത്തിന് ലിറ്ററേച്ചർ എഡ്യൂക്കേഷൻ കേരള. സാഹിത്യത്തിന് എഡ്യൂക്കേഷൻ കിട്ടിയതാണ് കേരളത്തിൽ നിന്ന്. കേരളത്തിന് കിട്ടിയ ബഹുമതിയാണ് എം.ടി. വാസുദേവൻ നായർ. ഇദ്ദേഹം 2024 ഡിസംബർ 25 അന്തരിച്ചു. 2024 ഡിസംബർ 25 ഇദ്ദേഹം അന്തരിച്ചു. ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് ഈ ബഹുമതി ലഭിക്കുന്നത്. ജഗദീഷ് സിംഗ് ഖേദാർ. നാലാമത്തെ വ്യക്തി ജഗദീഷ് സിംഗ് ഖേദാർ. ഇദ്ദേഹം റിട്ടയർഡ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേദാർ ആദ്യമായി സിഖ് വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തിയാണ്. ആദ്യമായി സിഖ് വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തിയാണ് ജഗദീഷ് സിംഗ് ഖേദാർ. ഇദ്ദേഹം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 44ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 44ാമത്തെ ചീഫ് ജസ്റ്റിസ്. പബ്ലിക് അഫയേഴ്സിനാണ് ഇദ്ദേഹത്തിന് ഈ ബഹുമതി നൽകിയത്. കർണാടക, ഉത്തരാഖണ്ഡ് എന്നീ സ്റ്റേറ്റിൻ്റെയും മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇദ്ദേഹം. കർണാടക, ഉത്തരാഖണ്ഡ് എന്നീ സ്റ്റേറ്റിൻ്റെ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇദ്ദേഹം. പ്രസിദ്ധമായ മുത്തലാഖ് വിധി വന്നത് ഇദ്ദേഹത്തിൻ്റെ സമയത്താണ്. അടുത്തത് ഒസാമു സുസുക്കി. ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് ഈ ബഹുമതി നൽകിയത്. ഒസാമു സുസുക്കി ജപ്പാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു വിദേശിയാണ്. ഓക്കെ. വാണിജ്യം, വ്യവസായം. ഇദ്ദേഹത്തിൻ്റെ മേഖല വാണിജ്യം, വ്യവസായം. ഒസാമു സുസുക്കി കമ്പനിയുടെ സ്ഥാപകനാണ് ഒസാമു സുസുക്കി. ഓക്കെ. അടുത്തത് ദുവൂർ നാഗേശ്വർ റെഡ്ഡി വിഭാഗം മെഡിസിൻ. തെല്ലും വൈകിക്കണ്ട, നമ്മൾ കഥയിൽ പറഞ്ഞതിൽ നിന്ന് തെലങ്കാന ഓർമ്മിക്കാം. തെലങ്കാന വൈദ്യശാസ്ത്രം, മെഡിസിനാണ് ഇദ്ദേഹത്തിൻ്റെ വിഭാഗം. വൈദ്യശാസ്ത്രത്തിൽ ഏത് വിഭാഗം എന്ന് ചോദിച്ചാൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ഡോക്ടറാണ്. ഇദ്ദേഹത്തിന് റുഡോൾഫ് വി ഷിൻഡ്ലർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. റുഡോൾഫ് വി ഷിൻഡ്ലർ പുരസ്കാരം. റുഡോൾഫ് വി ഷിൻഡ്ലർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത റുഡോൾഫ് വി ഷിൻഡ്ലർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത 3 പത്മ പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടറാണ്. 3 പത്മ പുരസ്കാരങ്ങൾ എന്ന് വെച്ചാൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഈ 3 പത്മ പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടറാണ് ദുവൂർ നാഗേശ്വർ റെഡ്ഡി. നെക്സ്റ്റ് 7ാമത്തെ വ്യക്തി ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. മേഖല കലയാണ്. കലയിൽ ഏത് വിഭാഗം എന്ന് ചോദിച്ചാൽ വയലിനിസ്റ്റാണ് ഇദ്ദേഹം. സ്വദേശം കർണാടകയാണ്. ഇത്രയുമാണ് പത്മവിഭൂഷൺ 7 വ്യക്തികളെ നമുക്ക് പഠിക്കേണ്ടത്. എല്ലാവർക്കും കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 7 പേരെയും പെട്ടെന്ന് തന്നെ ഓർമ്മിച്ചെടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിൽ പത്മഭൂഷൺ, പത്മശ്രീ നമുക്ക് കഥയിലൂടെ സെറ്റാക്കാം. അതിനുശേഷം നമുക്ക് സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കുകൾ വീഡിയോകളായി വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.